കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ പാകിസ്ഥാന്റെ സാമ്പത്തിക പുരോഗതിക്ക് US-ഇറാൻ യുദ്ധം ഗുരുതരമായ തിരിച്ചടിയേൽപ്പിച്ചതായി പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ഇരുപക്ഷങ്ങൾക്കിടയിലെ സംഘർഷം ലഘൂകരിക്കാനും പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും തന്റെ സർക്കാർ തുടർന്നും ശ്രമിക്കുമെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. പാകിസ്ഥാന്റെ എണ്ണ ഇറക്കുമതി ചെലവ് പ്രതിസന്ധിക്ക് മുമ്പ് $300 മില്യൺ ആയിരുന്നതിൽ നിന്ന് $800 മില്യൺ ഉയർന്നു. ഇത് സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നു. മുന്നാഴ്ചയെ അപേക്ഷിച്ച് ഈ ആഴ്ച പെട്രോളിയം ഉപഭോഗത്തിൽ കുറവുണ്ടായതായും മന്ത്രിസഭാ യോഗത്തിൽ സംസാരിക്കവെ ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. സ്ഥിതിഗതികൾ ഒരു ടാസ്ക് ഫോഴ്സ് നിരീക്ഷിച്ചു വരികയാണെന്ന് ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. വെല്ലുവിളികളെ നേരിടുവാൻ കൂട്ടായ ശ്രമങ്ങൾ ആവശ്യമാണെന്നും പാക് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. പ്രാദേശിക സ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിന് പാകിസ്ഥാൻ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തിയതായി US-ഇറാൻ ചർച്ചകളിലെ പുരോഗതിയെക്കുറിച്ചും മേഖലയിലെ സംഘർഷം ലഘൂകരിക്കുവാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെക്കുറിച്ചും മന്ത്രിസഭയെ അറിയിച്ചുകൊണ്ട് ഷഹബാസ് ഷെരീഫ് വ്യക്തമാക്കി. ഏപ്രിൽ 11 ഇസ്ലാമാബാദിൽ നടന്ന ഇറാനും US-ഉം തമ്മിലുള്ള ചർച്ചകൾ 21 മണിക്കൂർ നീണ്ടുനിന്നതും ഒരു പ്രധാന നയതന്ത്ര മുന്നേറ്റമായി അടയാളപ്പെടുത്തുന്നതായും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. ചർച്ചകളുടെ വിജയത്തിനായി പാകിസ്ഥാൻ ആത്മാർത്ഥവും ഏകോപിതവുമായ ശ്രമങ്ങൾ നടത്തിയെന്നും ഫീൽഡ് മാർഷൽ അസീം മുനീർ, ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാർ, മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുടെ സംഭാവനകൾ എടുത്തുപറയുകയും ചെയ്തു. ഈ ശ്രമങ്ങളുടെ ഫലമായി ഇറാനും US-ഉം തമ്മിലുള്ള വെടിനിർത്തൽ നീട്ടിയതായും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി പ്രതിനിധികളുമായി പാകിസ്ഥാൻ സന്ദർശിക്കുകയും താനുമായി 2 മണിക്കൂർ കൂടിക്കാഴ്ച ഉൾപ്പെടെ നിരവധി റൗണ്ട് ചർച്ചകൾ നടത്തുകയും ചെയ്തതായും പ്രധാനമന്ത്രി ക്യാബിനറ്റിനെ അറിയിച്ചു. തന്റെ നേതൃത്വവുമായി കൂടിയാലോചനകൾക്ക് ശേഷം ഇറാൻ ക്രിയാത്മകമായി പ്രതികരിക്കുമെന്ന് അറാക്ചി ഉറപ്പു നൽകിയതായും ഷഹബാസ് ഷെരീഫ് കൂട്ടിച്ചേർത്തു.